ഹാലലുയ. അതെ, മരുഭൂമിയെ നീ മലർവാടിയാക. ഹാലലുയ. ഇന്ന് മരുഭൂമി പോലുള്ള അനുഭവങ്ങളായിരിക്കാം ജീവിതത്തിലുള്ളത്. വരണ്ടുണങ്ങിയാലും അനുഭവങ്ങൾ ഒന്നുമില്ല, ഒരു പച്ചപ്പ് പോലുമില്ല. മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവിടെ വെള്ളമില്ല, ഫലവൃക്ഷങ്ങളൊന്നുമില്ല, നല്ല തണൽ മരങ്ങളില്ല, നല്ല പൂന്തോപ്പുകളില്ല, ജനവാസം ഇല്ല, മനുഷ്യരെ ഒന്നും കാണുവാനില്ല, അല്ലെങ്കിൽ മൃഗങ്ങളെ കാണുവാനില്ല, പക്ഷികളെ കാണുവാനില്ല, ഒന്നുമില്ല. പക്ഷികളുടെ കളകളാരവ ശബ്ദമോ, നദികൾ ഒഴുകുന്നതായ വെള്ളം ഒഴുകുന്നതായ ശബ്ദമോ, കിളികൾ ചിലയ്ക്കുന്നതായ ശബ്ദമോ, ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതായ ശബ്ദമോ, തിരക്കുകളോ ബഹളങ്ങളോ, വാഹന സൗകര്യങ്ങളോ, വാഹനങ്ങൾ റോഡിൽ കൂടി ഓടുന്നതായ ശബ്ദമോ ഒന്നും കേൾക്കുവാനില്ല. വെറും മരീചിക, മരുഭൂമി, ഒന്നുമില്ല. നോക്കുമ്പോൾ ഫലപ്രദമായ യാതൊന്നുമില്ലാത്ത അനുഭവം. മരുഭൂമിയാണ്, യാതൊന്നുമില്ല. ഒരു പക്ഷേ ദൈവപൈതലേ, എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മരുഭൂമിയുടെ അനുഭവങ്ങളായിരിക്കാം. ഒന്നുമില്ല, പ്രയോജനമുള്ളതായി ഒന്നും കാണുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് വേദനകൾ, ജീവിതം തന്നെ ഒരു പരാജയം. കൊച്ചുനാളിലെ മുതൽ പലരാലും പരിഹസിക്കപ്പെട്ടും പലരാലും ത്യജിക്കപ്പെട്ടും ജീവിച്ചു പോകുന്ന ഒരു ജീവിതം. ഒരു പക്ഷേ നമ്മുടെ ജീവിതം വീട്ടിലെ മൂത്ത കുഞ്ഞായതുകൊണ്ടോ, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യ കുറവുകൾ മൂലമോ നന്നായി പഠിക്കുവാൻ കഴിയാത്തവരുണ്ടായിരിക്കും. പിതാവിൻ്റെ മദ്യപാനം മൂലമോ, അല്ലെങ്കിൽ വീട്ടിലെ ബഹളങ്ങൾ മൂലമോ, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായതുമൂലം ജീവിതത്തിൽ യാതൊരു നന്മയും ലഭിക്കാത്തവർ, ജീവിതത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയില്ല, നല്ലൊരു ജോലി കിട്ടിയില്ല, നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല, നല്ല സാമ്പത്തിക ഭദ്രതയുള്ളൊരു ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോലും ഒന്നും കരുതുവാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ എല്ലാം പരാജയം. എന്നാൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവപൈതലിനെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകളാൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം പറയുകയാണ്, മരുഭൂമി മലർവാടിയായി തീരും, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ഹാലലുയ. യെശയ്യാ പ്രവചനം 35-ാം അധ്യായം നാം അങ്ങനെയാണ് വായിക്കുന്നത്, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ, യേശുവിൻ്റെ കരങ്ങളിലേക്ക്, യേശുവിൻ്റെ മുറിവേറ്റ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, മരുഭൂമി പോലുള്ളതായ ജീവിതങ്ങൾ മലർവാടി പോലെയായിത്തീരും. അത് ഇന്നൊന്നുമില്ല, ശൂന്യാവസ്ഥയാണ്. പക്ഷേ ആ ശൂന്യാവസ്ഥകൾ മാറും. കർത്താവിൻ്റെ തിരുരക്തം, ആ കർത്താവിൻ്റെ തിരുരക്തത്താൽ നമ്മുടെ പാപക്കറകൾ കഴുകപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ പ്രതിസന്ധികളെല്ലാം, ആ പ്രതികൂലങ്ങളിലെല്ലാം കർത്താവിൻ്റെ സ്നേഹം വ്യാപരിക്കുമ്പോൾ മരുഭൂമി മലർവാടിയായി തീരുകയാണ്, പൂന്തോപ്പായി തീരുകയാണ്.